ഏയ് ബനാനി ഒരു പൂത്താരാമോ എന്ന മോർണിംഗ് സോങ്ങോട് കൂടി ഇന്നത്തെ ലൈവ് എല്ലാം തുടങ്ങി. അങ്ങനെ രാവിലെ തന്നെ ചർച്ച ചെയ്യുന്ന വിഷയം ജിസേലിന്റെ മേക്കപ്പ് ആണ്. ശൈത്യ പറയുന്നു ആദ്യം അവള് പറഞ്ഞു ഫേസിൽ പൊട്ടാറ്റോ ഇട്ടതാണെന്ന്, പിന്നെ പറഞ്ഞു സൺസ്ക്രീം ഇട്ടതാണെന്ന്. അപ്പൊ അനു പറയുന്നുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം അവൾ എന്താണ് ഇട്ടത് എന്ന്, പക്ഷെ ഇവിടെയുള്ള മണ്ടന്മാരൊക്കെ അവളുടെ സൈഡാണല്ലോ, അവൾ എല്ലാവരെയും കയ്യിലെടുത്ത് വെച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അനു ജിസേലിന്റെ ബെഡിലെല്ലാം ഇരുന്നുകൊണ്ട് ഇവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാവും. എന്നാൽ ജിസേൽ ഇതെല്ലാം കിച്ചണിൽ നിന്നുകൊണ്ട് നോക്കുന്നുണ്ട്. ജിസേലിന്റെ വിചാരം അനു തന്റെ കബോർഡെല്ലാം ചെക്ക് ചെയ്യാൻ പോവാണെന്നാണ്. അങ്ങനെ ജിസേൽ അപ്പൊ കിച്ചണിൽ നിന്നും ബെഡ്റൂമിലേക്ക് വന്ന് അനുവിനെ നോക്കി പേടിപ്പിക്കുമ്പോൾ അനു ജിസേലിന്റെ ബെഡിൽ നിന്ന് നീട്ട് തന്റെ ബെഡിൽ പോയിരിക്കാണ്. അപ്പൊ ജിസേൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. സത്യത്തിൽ അനു ഇങ്ങനെ അവരോട് സംസാരിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഇരുന്ന് പോയതാ. അങ്ങനെ ആദില പറയുന്നു ഇന്നലെ രാത്രി അവൾ എന്നോട് പറഞ്ഞു അവളുടെ ഫേസ് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് ആര്യന്റെ മോയ്സ്ചറൈസർ അവൻ കാണാതെ എടുത്ത് തേച്ചതാന്ന്. എല്ലാവരും കൂടി ചോദിച്ചത് കൊണ്ടാണ് അവൾ പറയാഞ്ഞേ. പക്ഷെ ഒരാൾ വന്ന് അവളോട് പേഴ്സണൽ ആയിട്ട് ചോദിക്കുകയാണെ അവൾ എന്നോട് പറയുമായിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ രേണു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കും എടുത്തിട്ടൂടെ, നമ്മുടെ ഫേസ് ഒക്കെ ഒട്ടി പറഞ്ഞു പോയിരിക്കുകയാണ് എന്നൊക്കെ രേണു അവിടെ കട്ട കൽപ്പിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ ജിസേൽ പറഞ്ഞൊരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്. അവൾ എന്നോട് പറഞ്ഞത് അവളുടെ കയ്യിൽ ഒന്നുമില്ല എന്നാണ്, എല്ലാം അവൾ കൊടുത്തിട്ടുണ്ട്, ഷെയർ ചെയ്യാൻ പാടില്ല എന്നല്ല ബിഗ് ബോസ് പറഞ്ഞത്. എനിക്ക് കട്ട എടുത്തുകൊണ്ട് അത് യൂസ് ആക്കാലോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതെന്റെ സ്മാർട്ട്നെസ് ആണ് എന്നൊക്കെയാണ് ജിസേൽ അവിടെ തന്റെ അടുത്തായിട്ട് പറഞ്ഞത് എന്നൊക്കെ ആദില അവിടെ പറയുന്നു. മിക്കവാറും ഈ ആഴ്ചയിലെ ലാലേന്റെ എപ്പിസോഡോടും കൂടി ജിസേലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാം. കാരണം അത്രയ്ക്ക് വാണിംഗ് എല്ലാം ബിഗ് ബോസ് ജിസേലിന് കൊടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ജിസേലിനെ ഇതിന്റെ പേരിൽ, അതായത് ബിഗ് ബോസ് വീട്ടിലെ നിയമം ലംഘിച്ച പേരിൽ ജിസേലിനെ പുറത്താക്കുമോ അതോ 8ന്റെ പണി കിട്ടുമോ എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.